മാറ്റമുള്ള കുറച്ച് വർക്കൗട്ട്സ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വാമപ്പിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വാമപ്പ് വീഡിയോ കാണാം, എന്നിട്ട് ആ വാമപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ എക്സസൈസ് ആയിട്ട് കാണിച്ചു തരാം. എല്ലാ എക്സസൈസും ഒരു 30 സെക്കൻഡ് ടൈം വെച്ചിട്ട് ചെയ്യാം. എല്ലാവരും 30 സെക്കൻഡ് ടൈം വെച്ചിട്ട് ചെയ്യാം. 30 സെക്കൻഡ് ടൈം വെച്ചിട്ട് കാണിച്ചു തരുന്ന എല്ലാ എക്സസൈസുകളും ചെയ്യാം. അതൊരു 2-3 റിപ്പീറ്റേഷൻസ് ചെയ്യുക. എല്ലാ എക്സസൈസും കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. വീണ്ടും ഈ കാണിച്ച എക്സസൈസുകളെല്ലാം റിപ്പീറ്റ് ചെയ്യാം. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ശരീരം മൊത്തം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വാമപ്പിൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്നതാണ്. വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്ന സ്ഥലത്ത് നിന്നിട്ട് കാലകത്തി വെച്ചിട്ട് ഇതൊരു 30 സെക്കൻഡ് ടൈം നോക്കിയിട്ട് തന്നെ 30 സെക്കൻഡ് ടൈം നോക്കിയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി എക്സസൈസുകൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ജസ്റ്റ് കാലൊന്ന് ബാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാല് കുറച്ച് വൈഡാക്കി വെക്കുക. എന്നിട്ട് ടച്ച് ചെയ്യുക. ഈ ലെവലിൽ പോവാ. ഷോൾഡർ ടച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീ ബെൻഡ് ആവാൻ പാടില്ല. നീ ബെൻഡ് ആവാതിരുന്നാൽ മതി. ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഒരു 30 സെക്കൻഡ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ. ഇനി നെക്സ്റ്റ് വൺ. കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. One, okay, കാല് ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് കിടക്കുക. പൊന്തി വരിക. ഓക്കെ, ഇത് ഒരു 30 തവണ പറ്റുന്ന പോലെ ചെയ്താൽ മതി. ചിലർക്ക് ഇത് ഇത്രയും കറക്റ്റായിട്ട് വരണമെന്നില്ല, പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കറക്റ്റാണ്. രണ്ടെണ്ണം കഴിഞ്ഞു മെയിനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാങ്ക്സിന്റെ പൊസിഷനിൽ പോവാം. ഈ ഒരു സൈഡിലായിട്ട് വയ്ക്കുക. കാല് കുത്തുക, പൊന്തുക. കൈ കുത്തുക, ഫുള്ളായിട്ട് ലിഫ്റ്റ് ചെയ്യുക. ഡൗൺ, അപ്പ്, ഡൗൺ, ഡൗൺ. ഓക്കെ, ഇത് 30 സെക്കൻഡ്. നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുക, കാല് മടക്കുക, നിവർത്തുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചെയ്യുന്നവർ ജസ്റ്റ് കൈ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക, കാല് പൊന്തിക്കുക, നിവർത്തുക. ഓക്കെ, ഇതും ഒരു 30 വട്ടം. ഇനി ലാസ്റ്റ് ഉള്ളത് കൈ രണ്ടും ബട്ടക്സിന്റെ അടിയിൽ വെക്കുക. ഇത് നീ ബെൻഡ് ആവാതിരിക്കാൻ ട്രൈ ചെയ്യുക. ഹെഡ് ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും നല്ലത്. അപ്പർ അബ്ഡോമിന് കിട്ടും. ഹെഡ് ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യണ്ട. ജസ്റ്റ് 1 by 1 ആയിട്ട്